ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, പുതിയൊരു പ്രഭാതം നമുക്ക് നൽകുകയും കർത്താവിൻ്റെ കൂടെ ആയിരിക്കുവാൻ ദൈവം നിങ്ങളെ പേര് ചൊല്ലി വിളിക്കുകയും ചെയ്തതിന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം ജെറമ്യായുടെ പുസ്തകം 1-ാം അധ്യായം 8-ഉം 9-ഉം തിരുവചനങ്ങളാണ്. നീ അവരെ ഭയപ്പെടേണ്ട, നിന്റെ രക്ഷയ്ക്ക് നിന്നോടുകൂടെ ഞാനുണ്ട്. കർത്താവാണിത് പറയുന്നത്. അനന്തരം കർത്താവ് കൈനീട്ടി എൻ്റെ അധരത്തിൽ സ്പർശിച്ചുകൊണ്ട് അരുളിച്ചെയ്തു, ഇതാ എൻ്റെ വചനങ്ങൾ നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. പ്രിയ സഹോദരി സഹോദരങ്ങളെ, ലോകത്തെ നിങ്ങൾ ഭയത്തോടെ നോക്കുമ്പോൾ, നിങ്ങളുടെ പ്രശ്നങ്ങളുടെ മുന്നിൽ നിങ്ങൾ ഭയത്തോടെ നിൽക്കുമ്പോൾ, നിങ്ങളുടെ മുന്നിലേക്ക് എത്തേണ്ട തിരുവചനമാണ് കർത്താവ് ഇന്ന് നമുക്ക് നൽകിയിരിക്കുന്നത്. നീ ഭയപ്പെടേണ്ട, ആരെയും നീ ഭയപ്പെടേണ്ട. നിന്റെ രക്ഷയ്ക്ക് നിന്നോടുകൂടെ ഞാനുണ്ട്. ഇത് മറ്റാരും പറയുന്നതല്ല, വളരെ വ്യക്തമായിട്ട് കർത്താവ് പറയുകയാണ്. കർത്താവാണിത് പറയുന്നത്. നീ ആരെയും ഭയപ്പെടേണ്ട, നിന്റെ രക്ഷയ്ക്ക് ഞാൻ നിന്റെ കൂടെയുണ്ട്. അതിനുശേഷം ആ കർത്താവ് തൻ്റെ വചനം നമ്മുടെ നാവിൽ നിക്ഷേപിക്കുകയാണ്. വിശുദ്ധ ഗ്രന്ഥം കയ്യിലെടുത്ത് നിങ്ങൾ നിങ്ങളുടെ നാവിലൂടെ വചനം ഉറക്കെ വായിക്കുമ്പോൾ, ആ വചനം നിങ്ങളുടെ നാവിലൂടെ പുറത്തു വരുവാൻ സഹായിക്കുന്നത് കർത്താവ് നിങ്ങളുടെ അധരത്തെ സ്പർശിച്ചതുകൊണ്ടും നിങ്ങളുടെ നാവിൽ ആ വചനം നിക്ഷേപിച്ചിരിക്കുന്നതുകൊണ്ട്. ആയതിനാൽ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്ക് ചുറ്റുമുള്ള ഏത് പ്രതിസന്ധിയെ നോക്കിയും നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. കർത്താവിൻ്റെ കരങ്ങളിൽ നിങ്ങൾ സുരക്ഷിതരാണെന്ന് ഉറച്ചു വിശ്വസിക്കുക. കുരിശിലൂടെ ഈശോ തന്ന സ്നേഹം, നിങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി ഈശോ കുരിശിൽ ബലിയർപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ആ ഈശോയുടെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഒന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല. പിതാവായ ദൈവം പുത്രനിലൂടെ മഹത്വപ്പെടേണ്ടതിന് ദൈവം എല്ലാം നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും. ഉറച്ചു വിശ്വസിക്കുക. നിങ്ങളുടെ മനസ്സിൽ നിന്നും ഭയം എടുത്തു മാറ്റുക. ഇന്നത്തെ ദിവസം ദൈവം നിങ്ങൾക്ക് അനുഗ്രഹം ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും സഹായത്താൽ ദൈവം നിങ്ങളെ ഇന്ന് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.